കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഇറങ്ങിയ പുലിക്കായി ഇന്ന് വനംവകുപ്പ് കൂട് സ്ഥാപിക്കും. പൂവാറൻ തോട്ടിൽ പുലിയെ വീണ്ടും കണ്ടതായി ഇന്നലെ നാട്ടുകാർ പറഞ്ഞിരുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ പുലിയുടെ സാന്നിധ്യത്തിൽ ആശങ്കയിലാണ് ജനങ്ങൾ. കൂടുടൻ സ്ഥാപിക്കുമെന്ന് ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. പ്രതികരണത്തിൽ പൂവാറൻതോടിന് പുലി ഇറങ്ങിയ സ്ഥലം ക്യാമറയിൽ പുലിയെ കണ്ടതുകൊണ്ട് തന്നെ അത് ഐഡന്റിഫൈ ചെയ്ത് കൂട് വെക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ കമ്മിറ്റി കൂടിയിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം അനങ്ങേരം വെച്ച് കഴിയുമ്പോൾ കൂട് സ്ഥാപിക്കും. ഇല്ല, അത് റേഞ്ചറും DFOയും തമ്മിൽ ചെയ്യേണ്ടതാണ്. വേറെ അതിനകത്ത് വേറെ കാലതാമസം ഒന്നും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, ഈ കൂടരഞ്ഞിയിൽ ഇതിനു മുൻപും പുലി സാന്നിധ്യം കണ്ടിട്ടുണ്ടോ? സാധാരണ ഇപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ വരുമ്പോൾ സ്ഥിരമായി പുലി സാന്നിധ്യമൊക്കെ കാണുന്ന മേഖലയാണ്. കൂടരഞ്ഞിയിൽ അതെങ്ങനെയാണ്? ഇപ്പോൾ കൂട് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ മഴയുടെ വല്ലാത്ത കനത്ത മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആധിയുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക്. അതോടൊപ്പമാണ് ഇപ്പോൾ പുലി സാന്നിധ്യം. തീർച്ചയായും വലിയ ഒരു ആധിയിലാണ് പ്രദേശവാസികൾ. മഴക്കെടുതിക്കൊപ്പം തന്നെയാണ് ഇപ്പോൾ പുലിഭീതിയും. ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി പുലിയെ കാണുന്നു എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിലങ്ങുപാറ സ്വദേശിയായിട്ടുള്ള ബാബുവിൻ്റെ വീടിനോട് ചേർന്നാണ് പുലിയെ കണ്ടത്. അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. വിശദമായിട്ടുള്ള പരിശോധനയിൽ പുലിയെ തന്നെയാണ് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന് പിറകെയാണ് ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് വീണ്ടും പുലിയെ കണ്ടത്. അവിടെ റിസോർട്ടിലേക്ക് പോവുകയായിരുന്ന ആ വേളയിലാണ് ബൈക്ക് യാത്രയിലാണ് പുലിയെ കണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നീങ്ങിയിട്ടുണ്ട്. അവിടേക്ക് ഇപ്പോൾ പൂവാറൻതോട് മേഖലയിലേക്ക് ഒരു കൂട് കൊണ്ടുവന്ന് സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇന്ന് തന്നെ സ്ഥാപിക്കും എന്നാണ് വ്യക്തമാവുന്നത്. ഒപ്പം തന്നെ സ്മിത സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ പ്രദേശത്ത് പുലിയെ കാണുകയും അത് വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് അവിടെ കൂട് സ്ഥാപിക്കുകയും ആ കൂട് ഉപയോഗിച്ചുകൊണ്ട് ഈ പുലിയെ പിടികൂടാനും കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത്തരമൊരു ആശങ്ക ഉണ്ടാകുമ്പോൾ വളരെ വേഗത്തിൽ അതിന് നടപടികൾ സ്വീകരിക്കാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. താമരശ്ശേരി വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. സ്മിത, റീജിത്ത്. ശരി, സമീർ C. മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. അവിടെ എന്തായാലും കൂട് സ്ഥാപിക്കും, ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. ഇന്നലെ വീണ്ടും പുലിയെ കണ്ടു എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രത, വലിയ ആശങ്കയും അവിടെ ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്.